ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശ് മീനാക്ഷിയുടെ വീട്ടിൽ നിന്നും ഗോമതി സ്റ്റോറിലേക്ക് വരികയാണ് കേട്ടോ. വന്നുകൊണ്ട് തന്നെ ബാലിന് ദേഷ്യം വന്നിട്ട് ധർമ്മനോട് പറയാണ്, വഴി പോണവർക്കും തോന്നുമ്പോൾ കയറി വരുന്നവർക്കും പറ്റുന്നൊരു സ്ഥാപനമല്ല ഇത്. സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റണമെങ്കിൽ മാത്രം നിന്നാൽ മതി, തോന്നുമ്പോൾ കയറി വരാനുള്ളതല്ല എന്ന് പറ. അവൻ ധർമ്മനോട് പറയാം കേട്ടോ. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, അളിയ ഒന്നും മിണ്ടാതിരിക്കുന്നു. അപ്പോൾ ആകാശ് വന്നിട്ട് പറയാം, അച്ഛൻ എന്തൊക്കെയായി പറയണേ? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോയതല്ലേ. അതെ, എന്ത് അത്യാവശ്യ കാര്യമായാലും കട മറന്നിട്ടുള്ള പോക്ക് നല്ലതല്ല ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ആയിരിക്കാം, പക്ഷെ അവർക്കൊരു ആവശ്യം വന്ന് വിളിച്ചത് കൊണ്ടല്ലേ അച്ഛാ ഞാൻ പോയത്. അത്ര വലിയ തെറ്റാണോ? തെറ്റല്ല, നീ ആയിക്കോ, നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോ. പക്ഷേ ഒന്നും കയറി ചെല്ലണം, എനിക്ക് ബഹുമാനം കിട്ടില്ലെന്നും കുറച്ചിലാവുമെന്നുള്ളത് കൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ എന്നെ ദേഷ്യപ്പെടുന്നത്. നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോടാ, നീ എവിടെ പൊക്കോ, നീ ഇവിടെ വന്നില്ലേലും കുഴപ്പമില്ല, നീ എന്ത് വേണം നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ തന്നെ ഉടനെ ബാലൻ പറയാം, ദിവസവും ഇങ്ങനെ കയറി ഇറങ്ങാൻ നടന്നാലേ ഉള്ള മര്യാദ കൂടെ കിട്ടാതെ പോവും. അങ്ങനെയാണെങ്കിൽ അച്ഛാ, ഇവിടെ എനിക്ക് എന്ത് മര്യാദയാണ് കിട്ടണത്? എന്തായാലും നിങ്ങളൊക്കെ എനിക്ക് തരുന്നതിനേക്കാളും നല്ല മര്യാദ എനിക്ക് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും തരുന്നുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ബാലനങ്ങ് ദേഷ്യം വരാണ്. ബാലൻ പറയുന്നുണ്ട്, എന്ത് പറഞ്ഞു നീ? അപ്പം തന്നെ നമ്മുടെ രാമേട്ടനും ധർമ്മനും ഒക്കെ കയറി പിടിക്കാൻ കേട്ടോ ആകാശെ മിണ്ടാതിരിക്കുക, നീ അച്ഛനൊന്നും പറയല്ലേ, നീ അകത്തേക്ക് പോ എന്ന് പറഞ്ഞ് തള്ളി അകത്തേക്ക് വിടുന്നുണ്ടോ. പക്ഷേ ബാലനത് വല്ലാത്തൊരു തകർച്ച പോലെ ആയിപ്പോയി കേട്ടോ. മനസ്സിനൊരു വല്ലാത്ത വിഷമവും ഒക്കെയായി. അപ്പോൾ രാമേട്ടൻ അത് കാണുന്നുണ്ട്. പോട്ടടാ ബാല, വിട്ടുകളാ എന്നൊക്കെ പറയാം. എന്നിട്ട് ധർമ്മനെ വഴക്കൂറിനുണ്ട് കേട്ടോ. ബാലൻ, ഞാനും ആകാശോട് എന്തെങ്കിലും സംസാരിക്കും, കടയുടെ കാര്യമല്ലോ, നീ അതിനിടയിൽ കയറി പറയരുത്, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ധർമ്മ എന്നും പറഞ്ഞ് ധർമ്മനെയും വഴക്ക് പറയാം കേട്ടോ. അങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് രാത്രിയാകുമ്പോൾ നമ്മുടെ സരസ്വതി അമ്മ അപ്പുറത്തെ വീട്ടിൽ ശരിക്കും കൃഷ്ണമംഗലത്ത് രാത്രിയാകുമ്പോൾ ശരിക്കും ഒന്ന് പേടിച്ചിട്ട് ഞെട്ടി വിളിക്കുന്നുണ്ട് ഒരു സ്വപ്നം കണ്ടിട്ട്. കാരണം ആലോക അച്ഛമ്മ എടുത്തൊന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛമ്മേ ആ പ്രമാണം എന്തേ ഇനി തന്നേന്ന്. അപ്പോൾ ഇല്ലടാ, എൻ്റെ കയ്യിലില്ല എന്ന് പറയുവാണ്. അപ്പോൾ അലോകിന് ദേഷ്യം വന്നിട്ട് അച്ഛമ്മേനെ വഴക്ക് പറഞ്ഞിട്ട് പറയാം, അതെ, നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാനത് ബലം പ്രയോഗിച്ചെടുക്കും, മര്യാദയ്ക്ക് എനിക്ക് തന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും എന്നും പറഞ്ഞിട്ട് കഴുത്തിന് ഞെരിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അലോക് രാത്രിയാകുമ്പോൾ അച്ഛമ്മേനെ അതാണ് സ്വപ്നം കാണുന്നത്. അങ്ങനെ അച്ഛമ്മ പേടിച്ച് നിലവിളിക്കുകയാണ്. അങ്ങനെ മക്കളെല്ലാവരും കൂടെ ഓടി വരികയാണ്, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അച്ഛമ്മ പറയണില്ല, ഞാനൊരു സ്വപ്നം കണ്ടതാ. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, 2 ദിവസമായിട്ട് അമ്മ വല്ലാതെ വിഷമത്തിലാണെന്ന്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ എന്ന് പറയുകയാണ് കേട്ടോ അച്യുതൻ. അപ്പോൾ ഒന്നുമില്ല, ഞാൻ എന്തോ കണ്ട് പേടിച്ചതാ, കുഴപ്പമില്ല. അപ്പോൾ തന്നെയാണ് രാജശ്രീ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കണേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞാലേ നമുക്കതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ. ആരെയാ സ്വപ്നം കണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ഉടനെ അലോകൻ ഇങ്ങനെ തുറച്ച് നോക്കുക കേട്ടോ അച്ഛമ്മ. ഒന്നുമില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ ഒന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ വീണ്ടും അവർ ടെൻഷൻ അടിച്ച് കിടക്കട്ടെ. പ്രമാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് തന്നെയാണ് അവർ സങ്കടപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെ രാത്രി കടയിൽ നിന്ന് ആകാശ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആകാശിനോട് രാമേട്ടൻ പോയി പറയുന്നുണ്ട്, അച്ഛനോട് നീ ഇങ്ങനെ സംസാരിച്ചില്ലേ, സോറി പറയണമെന്നു. ഞാൻ എന്തിനാ സോറി പറയണേ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നാലും നീ ഇങ്ങനെ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛന് വിഷമമായിട്ടുണ്ടാവും. എന്നാലും ക്ഷമ ചോദിക്കുക. എനിക്ക് അച്ഛനോട് ക്ഷമ ചോദിക്കാൻ ഒരു മടിയില്ല. ഞാൻ ക്ഷമ ചോദിച്ചാൽ അച്ഛൻ എന്ന് വക വയ്ക്കുമോ? അത് നീ അറിയണ്ട, നീ ചെന്ന് ക്ഷമ ചോദിക്കുമെന്ന് പറയാം. അങ്ങനെ രാത്രി അച്ഛനോട് പോയി ക്ഷമ ചോദിക്കുന്നുണ്ട്. അച്ഛാ, അറിയാണ്ട് പറ്റിപ്പോയതാണ്, ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്, ക്ഷമിക്കണം. ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അങ്ങോട്ട് ചെന്നത്. ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ അച്ഛാ പോവാണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ 1-2 കാര്യങ്ങളായതുകൊണ്ട് ലേറ്റായി പോയതാ. അല്ലാണ്ട് ഗോമതി സ്റ്റോറിനെയോ അച്ഛനെയോ നമ്മുടെ കുടുംബത്തെയോ ഒന്നും മറന്ന് ഞാൻ എങ്ങും പോവില്ല. അങ്ങനെ എനിക്ക് ജീവിക്കാനും കഴിയില്ല എന്ന് പറയുമ്പോൾ, സാരമില്ലടാ, അതൊക്കെ ഞാൻ ക്ഷമിച്ചു എന്നും പറഞ്ഞ് അവർ സ്നേഹത്തോടെ ഒരുമിച്ചാണ് കടയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ചെല്ലട്ടോ. വീട്ടിൽ ചെല്ലുന്ന പാട് അവിടെ നമ്മൾ മിത്ര ആര്യൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തോ അതിനകത്തൊരു കിലുങ്ങും പോലെ ഒരു ശബ്ദം കേൾക്കുക. അത് തുറന്നു നോക്കുമ്പോൾ കത്തി കിടക്കണ്ടോ. അത് കാണുമ്പോൾ തന്നെ ആര്യൻ ഇതും കൊണ്ടാണോ നടക്കുന്നതെന്ന് മിത്രയ്ക്ക് തോന്നുക. അങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ ആര്യനോട് അത് ചോദിക്കുന്നുണ്ട്, ആര്യ ഇതും കൊണ്ടാണോ നീ നടക്കുന്നത്? അത് കുഴപ്പമില്ല, ഇരുന്നോട്ടെ, നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആരെയും കുത്താനോ കൊല്ലാനോ ഒന്നിനും അല്ല. അങ്ങനെ ഒരു കൊലപാതകമാക്കി ഞാൻ തീരുമാനിക്കുന്നില്ല. അല്ല, നാളെ മിഥുനെ കാണാൻ പോകുന്ന സമയത്ത് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, നീ കൂടെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഈ കത്തി കണ്ടതോടുകൂടി എൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോയി. അതിന് നീ പേടിക്കണ്ട, ഞാൻ അവനെ അടിക്കാനോ കുത്താനോ അല്ല ഇത് വച്ചേക്കുന്നത്. നമുക്ക് വേണ്ട ഒരു സ്വയരക്ഷ ഒരുത്തനെ നേരിടാൻ പോകുമ്പോൾ, അതുകൊണ്ട് ഇത് വച്ചേക്കുന്നതെന്നുള്ളൂ, നീ പേടിക്കണ്ട. പക്ഷേ ഇത് വേണ്ട, ആര്യൻ അതിങ്ങ് തന്നെ എന്നും പറഞ്ഞ് കത്തി പിടിച്ച് വാങ്ങോട്ടോ മിത്ര. ആര്യൻ അത് കൊടുക്കില്ല എന്നുള്ള വാശിയിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ കത്തിക്ക് വേണ്ടി ബലം പ്രയോഗിക്കുമ്പോഴാണ് ബാലൻ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോഴേ ഇവർ പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. ബാലൻ പെട്ടെന്ന് ചോദിക്കുന്നത്, എന്താ മോളെ, മോൾക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വന്നതാ. എന്താ പനിയൊക്കെ എങ്ങനെയുണ്ട്, കുറവുണ്ടോ? കുറവുണ്ട് അച്ഛാ. പനി വരാനുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പാതിരാത്രി ആയാലും ഉറക്കമില്ല, ഒരുത്തനെ കാത്തിങ്ങനെ ഇരിക്കുക, ഇതാ നിൻ്റെ പരിപാടി, അതുകൊണ്ടാണ്.
ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ആര്യ, നീ ഇങ്ങനെ കിടന്ന് ചാവാൻ വേണ്ടി നിൽക്കരുത്, കടയിൽ വന്ന് നിൽക്കാനായിട്ട്. ഞാൻ വരുന്നില്ല. വരുന്നില്ലേ? പിന്നെ നീ എന്ത് ചെയ്യാനടാ? ഈ പൈസയ്ക്ക് നീ എന്ത് ജോലി ചെയ്തിട്ട് എത്ര പൈസ നിനക്ക് കിട്ടാനാ? നിനക്ക് 1,00,000 രൂപയെങ്കിലും കിട്ടുന്നുണ്ടോ? എന്നിട്ടാണോ നീ കിടന്ന് കഷ്ടപ്പെടണം? 1,00,000 രൂപ എനിക്ക് കിട്ടുന്നില്ല, പക്ഷേ ഞാൻ ഗോമതി സ്റ്റോറി വന്ന് നിൽക്കാം, എനിക്ക് മാസം 1,00,000 രൂപ അച്ഛൻ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ബാലനെ അവിടെ താന്നു പോവാട്ടോ. നിൻ്റെ അഹങ്കാരം അത് തീർന്നാലേ നീ നന്നാവൂ എന്നും പറഞ്ഞ് ബാലനെ അവിടെ നിന്ന് പോവാം. പുറത്തിറങ്ങി നിൽക്കുമ്പോൾ മീനാക്ഷി ചെന്ന് പറയണ്ട, അച്ഛാ ഞങ്ങൾ വീട്ടിലടുത്തടുത്ത് പോണത് അച്ഛന് വിഷമമായില്ലേ? അച്ഛാ അങ്ങനെ വിഷമിക്കണ്ട, വീട്ടിൽ അച്ഛന് മരുന്ന് വാങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയതാ. ഞങ്ങൾക്ക് ഈ വീടും അച്ഛനും ഒന്നും ഇല്ലാതെ വേറൊരിടത്ത് ഞങ്ങൾ കൈവിട്ട് പോകില്ല, അച്ഛൻ പേടിക്കേണ്ട. അതൊന്നും സാരമില്ല മോളെ, എനിക്കതിലൊരു വിഷമവും ഇല്ല. പിന്നെ ആകാശ് വരാൻ ഇത്ര ലേറ്റായി അല്ലേ? അതൊന്നും കുഴപ്പമില്ല, അവനൊരു ആവശ്യത്തിന് പോയിരുന്നല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. മോളുടെ സ്വന്തം വീട്ടിലേക്കല്ലേ പോയാൽ അതിനിപ്പോൾ എന്താ കുഴപ്പം? എല്ലാവരോടും സഹകരണം വേണം മോളെ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോവാട്ടോ. രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് ആകാശ് അച്ഛനോട് പറയണ്ട, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അച്ഛൻ ദേഷ്യപ്പെട്ടതെന്ന്. എന്താടാ നിനക്ക് പറയാനുള്ളത്? അല്ല അച്ഛാ, നമ്മുടെ ഗോമതി സ്റ്റോറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലോ എന്ന് എനിക്ക് ആലോചനയുണ്ട്. എന്ത് മാറ്റം? അല്ല, ഫ്രണ്ടിൽ ആ ഷട്ടറൊക്കെ മാറ്റി നമുക്കൊന്ന് ഗ്ലാസ് ആക്കാം, പിന്നെ മൊത്തത്തിലൊന്ന് ഒരു AC ഒക്കെ ആക്കി കുറച്ചൊരു മൂടി പിടിപ്പിച്ചാൽ കുറച്ചൊരു നല്ലതാവില്ലേ അച്ഛാ എന്ന് പറയാട്ടോ. ഇത് കേൾക്കണത് ബാലിനങ്ങ് ദേഷ്യമെന്ന് കഴിക്കാണ്ട് എണീറ്റ് അങ്ങ് ഒറ്റ പോക്ക് പോവാട്ടോ. അങ്ങനെ ബാക്കിയിരുന്ന ധർമ്മനും ആനന്ദമൊക്കെ ശരിക്കും വഴക്കുറഞ്ഞിട്ട് ആകാശിന് അച്ഛനോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, നിൻ്റെ തീരുമാനങ്ങളാവാം, പക്ഷേ അച്ഛൻ എത്ര കാലം കൊണ്ട് ഇത് നടത്തി വരുന്നതാണ്, എന്താ മാവ അങ്ങനെ പറയുന്നത്? ചില മാറ്റങ്ങൾ വരണ്ടേ, എന്നാലല്ലേ പറ്റൂ. മാറ്റങ്ങളൊക്കെ നല്ലതാ, ആശയങ്ങൾ നല്ലതാ, പക്ഷേ ഇപ്പം നീ കൊണ്ടുവന്ന ആശയം പുതുതായിട്ട് വന്ന നിൻ്റെ അമ്മായി അച്ഛൻ്റെ നിന്ന് കിട്ടിയതായിരിക്കും അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മം വഴക്കുറയാം. ഇത്രയും വർഷമായിട്ട് ബാലേട്ടന് ഈ കട കൊണ്ടുപോകാൻ അളിയന് പറ്റുമെങ്കിൽ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ പറ്റും. ആരുടെ ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ലടാ, പാവം അളിയൻ തകർന്ന് അവിടെ നിന്ന് എണീറ്റ് പോയെന്ന് പറയാട്ടോ. അങ്ങനെ ആനന്ദും വഴക്ക് പറയണം ആകാശിനോട്, നീ ഇങ്ങനെയൊന്നും പറഞ്ഞത് ശരിയായില്ല എന്ന്. അപ്പോൾ തന്നെ ശ്രീദേവി ഇടയിൽ കയറി പറഞ്ഞു, എന്നാലും കൊള്ളാലോ ആകാശ്, നീ ഇങ്ങനെയൊക്കെ അച്ഛനോട് പറയാൻ കൊള്ളാമോ? ഇത് ശരിയായില്ല കേട്ടോ. അതും കേട്ടും കൊണ്ട് മീനാക്ഷി വരുവാ. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം? എന്താ ആകാശ് എന്തെങ്കിലും പറഞ്ഞോ? ആകാശ് ഇതേ അച്ഛനോട് തർക്കിച്ച് പറയുന്നുണ്ട്, കട വൃത്തിയാക്കണമെന്നും മോടി പിടിപ്പിക്കണമെന്നൊക്കെ. എന്തിനാ ആകാശ് അങ്ങനെയൊക്കെ പറയാൻ പോയത്? എന്താ മീനാക്ഷി, ഒരു കുഴപ്പമില്ല, നമ്മുടെ ആശയങ്ങൾ നമ്മൾ പറയണ്ടേ? ഇത്രയും കാലം അതിങ്ങനെ കൊണ്ടുവന്നു, ഇനി കുറച്ച് മോടി പിടിപ്പിച്ച് നല്ല രീതിയിലാക്കണം. അത് നമ്മുടെ കടയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് വേറെ ദുരുദ്ദേശം കൊണ്ടല്ല. ആയിരിക്കാം, പക്ഷേ അച്ഛനതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് അറിയില്ല, പിന്നെ എന്തിനാ ആകാശ് സംസാരിക്കാൻ പോയത് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ മീനാക്ഷിയും ആകാശിനും കൂടെ കുറ്റപ്പെടുത്തുവാട്ടോ, എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ. അങ്ങനെ പാവം ബാലിന് ഇത് കേട്ട് തകർന്ന് വെളിച്ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ ആകാശും മീനാക്ഷിയും കൂടെ ചെന്ന് ബാലിനോട് ക്ഷമ പറയാട്ടോ. എൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, സാരമില്ല, എന്നെയായിട്ട് നിങ്ങൾ ക്ഷമയൊന്നും പറയണ്ട, ഇപ്പം എന്തായാലും അവൻ്റെ ആശയങ്ങൾ പറഞ്ഞില്ലേ, അത് നല്ല കാര്യം തന്നെയാണ്, എനിക്കതിൽ വിഷമമൊന്നുമില്ല. നമുക്ക് ആകാശ് പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാടാ, കുറച്ച് സമയം എടുക്കണം എന്നേ ഉള്ളൂ. അച്ഛാ, ഞാൻ പറഞ്ഞത് അത്ര അവിവേകമായിപ്പോയി, അച്ഛനോട് ക്ഷമിക്കുക, നമുക്ക് ഗോമതി സ്റ്റോറിൽ മോടി പിടിപ്പിക്കുകയെന്ന് വേണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇല്ല സാരമില്ല, നിങ്ങൾ വിഷമിക്കാതെ, നല്ല നാളെ ആയാലും കുറച്ച് സമയം എടുത്താണെങ്കിലും നീ പറഞ്ഞതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ബാലനും അങ്ങോട്ട് തിരിഞ്ഞു പോവാട്ടോ. പക്ഷെ അവർക്കത് നല്ല വിഷമമാവണുണ്ട്. പിന്നെ ദേവിയുടെ വക ആനന്ദിനോട് വീണ്ടും കൊളുത്തി കൊടുക്കാറുണ്ട്. എന്നാലും ആകാശ് ഇങ്ങനെയൊന്നും അച്ഛനോട് പറഞ്ഞത് ഒട്ടും ശരിയായില്ല, അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്ന് പറയാട്ടോ. അപ്പോൾ നമ്മുടെ ആനന്ദ് പറയാം, ശരിയാണ് ആകാശ് അത് പറയാൻ പാടില്ലായിരുന്നു അച്ഛൻ്റെ അടുത്ത്, എന്നാലും അച്ഛനോട് പറയാനുള്ള ഒരു അവകാശം അവനുണ്ട്, ആ അവകാശത്തിനിടയിൽ പുറത്തുനിന്ന് ഒരാൾ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്ന് ദേവിയുടെ മുഖത്തേക്ക് പറയുമ്പോൾ ദേവി അന്തം വിട്ട് പോകും കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.